എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ ജീവിത സന്ദേശങ്ങളാണ് കേൾക്കാറുള്ളത്. വളരെ വളരെ സാധാരണമായ കാര്യങ്ങൾ, ചില പദപ്രയോഗങ്ങൾ നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ശാശ്വതമായ നന്മ വരുത്തുന്നതിന് ആവശ്യമായ സന്ദേശങ്ങളാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നൽകാറുള്ളത്. ഞാൻ ഈ സന്ദേശങ്ങളെല്ലാം കൊടുക്കുമ്പോൾ ധാരാളം വ്യക്തികൾ എന്നോട് പറയാറുണ്ട്, സാർ ഫോക്കസ് ചെയ്യേണ്ടത് സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികളെയാണ്. ഞങ്ങളെപ്പോലെ പ്രായമായവർക്ക് ഇനി ഇതുപോലെയുള്ള സന്ദേശങ്ങൾ കിട്ടിയാൽ വളരെയധികം പ്രയോജനമില്ല, കുറേയെല്ലാം പ്രയോജനമുണ്ട്, പക്ഷേ ഫോക്കസ് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളെയാണെന്ന് പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അധ്യാപകനായിരുന്നു. 25 വർഷം ശാസ്ത്രജ്ഞനായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഇൻകം ടാക്സ് സീനിയർ കമ്മീഷണർമാർ മുതൽക്ക് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാറുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫഷണൽ കോഴ്സിന് അധ്യാപകർക്ക്. ഇപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എടപ്പള്ളിയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ക്ലാസ് എടുക്കുകയുണ്ടായി. 6 ബാച്ചിനാണ് ക്ലാസ് എടുത്തത്. 2.5 മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകൾ. 200-250 കുട്ടികൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സിൽ രാവിലത്തെ സെഷൻ, അത് കഴിഞ്ഞ് അടുത്ത സെഷനിലെ ക്ലാസ്. ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത്, ഒരു വിദ്യാർത്ഥി പോലും ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല ക്ലാസ്സിൽ. 2.5 മണിക്കൂറിൽ ഒരു വിദ്യാർത്ഥി പോലും റെസ്റ്റ്ലെസ് ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ തൃശ്ശൂരിൽ ചെന്ന് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ക്ലാസ് എടുത്തത്. അത് കഴിഞ്ഞ് ചൂണ്ടലില് ലേഡി ഇമാക്വലേറ്റ് എന്നൊരു ക്രിസ്ത്യൻ കോളേജിൽ ക്ലാസ് എടുത്തു. എല്ലാ സ്ഥലത്തും എൻ്റെ ജീവിതത്തിൽ ധന്യമായ ഒരു ഓർമ്മ, അനുഭവം പോലെ മനസ്സിൽ തങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ജാതിയോ മതമോ പ്രായമോ പഠിക്കുന്ന വിഷയമോ കോളേജോ സ്കൂളോ ഇതൊന്നുമല്ല ക്രൈറ്റീരിയ. ആ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന വേവ് ലെങ്തില്, തരംഗ ദൈർഘ്യത്തില് ഏത് വിഷയം ഏത് വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുത്താലും 2 കൈയും നീട്ടി സ്വീകരിക്കാൻ അവര് തയ്യാറാണ്. അധ്യാപകരുൾപ്പെടെ തയ്യാറാണ്. അതുകൊണ്ട് കാലചക്രം മാറി അല്ലെങ്കിൽ മാറി തിരിയുന്നു എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലാണ് 2009 കടക്കുന്ന, ജനുവരിയിലേക്ക്, പുതുവർഷത്തിലേക്ക് കടന്ന് പ്രവർത്തിക്കുന്ന നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് ഈ വെള്ളിയാഴ്ച ദിവസത്തെ പൈതൃക സന്ദേശത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വ്യക്തികളോടും തൊഴുകയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും പരമപവിത്രമായ ഭാരതത്തിൻ്റെ സന്ദേശങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരു സംശയവുമില്ല. ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ഏത് രാഷ്ട്രീയ ചിന്താധാരയുള്ളവരാവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്ന നേതാവിൻ്റെ മക്കളാവട്ടെ, യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആവട്ടെ, അവർക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ കൊടുക്കുകയാണെങ്കിൽ, പറഞ്ഞുകൊടുത്ത് മുമ്പോട്ട് ചെന്ന് ചിലത് എഴുതിയെടുക്കാൻ പറഞ്ഞ് വീണ്ടും പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ശാന്തമായ ശബ്ദത്തോടു കൂടി, ഓവർ ക്ലെയിമിംഗ് ഒന്നുമില്ലാതെ, ആരെയും നെഗറ്റീവ് പറയാതെ, നിഷേധിക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യാതെ, ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ സന്ദേശങ്ങൾ, ഞാൻ എടുത്തു പറയുന്നു, ഭാരതത്തിന്റെ സന്ദേശങ്ങൾ. ആദ്യം ഭാരതീയരതറിയട്ടെ, എന്നിട്ടാവട്ടെ പുറത്തുള്ളത് പഠിക്കാൻ. അപ്പം നമ്മളുടെ സന്ദേശങ്ങൾ കൊടുക്കാൻ രക്ഷാകർത്താക്കളായ നിങ്ങളും അധ്യാപകരായ നിങ്ങളും ഒരിക്കൽ ശ്രമിക്കുകയാണെങ്കിൽ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു,
സമൂഹത്തിൽ മാറ്റം ഉണ്ടാവാതിരിക്കില്ല. വീട്ടിനകത്ത് മാറ്റം ഉണ്ടാവാതിരിക്കില്ല. സ്നേഹവും ബഹുമാനവും ആദരവും കടപ്പാടും കരുണയും ദയയും ചാരിതാർത്ഥ്യവും സന്തോഷവും സംതൃപ്തിയും വീട്ടിനകത്തും സമൂഹത്തിനകത്തും ഉണ്ടാവാതിരിക്കില്ല. ലോകത്തില് എല്ലാ സ്ഥലത്തും നന്മയോടൊപ്പം കുറച്ച് തിന്മയുണ്ട്. തിന്മയ്ക്കകത്തും കുറച്ച് നന്മയുണ്ടാവും. അതുപോലെ നന്മ മാത്രമുള്ള ഒരു ഭാവി കാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. തിന്മകളുടെ അളവ് പരമാവധി കുറയ്ക്കാനും നന്മകളുടെ അളവ് പരമാവധി കൂട്ടാനും ഇന്ന് ഭാരതത്തില് ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. ആധുനികമായ എല്ലാ അറിവുകളും നിങ്ങളുടെ മക്കള് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂല്യാധിഷ്ഠിതമായ അറിവുകളും നമ്മുടെ നാടിൻ്റെ ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ശാസ്ത്ര സാങ്കേതിക പൈതൃകങ്ങള്, മൂല്യവത്തായ സന്ദേശങ്ങള്, മാനേജ്മെന്റ് പ്രിൻസിപ്പിള്, അത്യന്താധുനിക ലോകത്തില് എന്തെല്ലാമാണോ ലോക ജനത പ്രയോജനപ്രദമായതെന്ന് വിശ്വസിക്കുന്നത് അത് മുഴുവനും സമഗ്രമായ ചൈതന്യത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിന്റെ മക്കളാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് മറ്റൊന്നും അതിനകത്ത് പെടുത്താതെ ഈ സന്ദേശം നിങ്ങൾ കൊടുക്കണം. ലേഡി ഇമാക്കുലേറ്റ് കോളേജ് സ്കൂളിലെ വിദ്യാർത്ഥികളും ശ്രീവിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അമൃതാനന്ദമയിയുടെ നേരിട്ടുള്ള കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ എടപ്പള്ളിയിലെ ഉജ്ജ്വലമായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിലും വിദ്യാർത്ഥികൾ പല വിഷയം പഠിക്കുന്നവരാണ്. പല പ്രായക്കാരായ എല്ലാവർക്കും ഇത് സ്വീകരിക്കാൻ തയ്യാറാണ്. എല്ലാവരും സന്നദ്ധരാണ്. അതുകൊണ്ട് കൊടുക്കാൻ ആൾക്കാരുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ചത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം, നമസ്കാരം.